ഹായ് കൂട്ടുകാരെ, മാസ് ഫാമിലി എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇപ്പോൾ ഇന്ന് ആയപ്പോൾ വൈകുന്നേരം നല്ല വെയിൽ വന്നിട്ടുണ്ട്, ചെറുതായിട്ട് വെയിൽ വന്നിട്ടുണ്ട്, മഴയൊക്കെ മാറി കുറച്ച് വെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുറ്റം തൂക്കാനായിട്ട് ഇപ്പോൾ വെളിയിൽ ഇറങ്ങിയ സമയത്ത് വീട്ടിൻ്റെ മുറ്റത്ത് നിറയെ പുല്ല് വളർന്നിപ്പുണ്ട് കേട്ടോ. മഴ പെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ പുല്ല് വളർന്ന് നിൽക്കുന്നത്. അപ്പോൾ ചേട്ടാ ആ പുല്ലൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. കണ്ണനും പുല്ല് വൃത്തിയാക്കാനെന്ന് ചെന്ന് അടുത്ത് നിന്നിട്ട് നല്ലോരെൻ്റെ റോസ നല്ലതായിട്ട് പൂത്ത് നല്ല ഭംഗിയിൽ നിന്ന റോസ പൂവിനെ അതിനൊന്ന് ഓടിച്ചെടുത്ത് കേട്ടോ, അതിനെ ഓടിച്ചെടുത്ത് കളിക്കുകയാണേ. അപ്പം എന്താ പറയുക, ചേട്ടനാണെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു വിളയാണേ. അപ്പോൾ അവിടെ നിറയെ ഇല ഇങ്ങനെ വളർന്നിരിക്കുന്നുണ്ട്. ഈ ഇലയാണ് പൊരിയണി ഇല എന്ന് പറയുന്ന സാധനം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വളർന്ന് നിൽക്കുന്ന കണ്ടിട്ട് ഇല പറിക്കണേ എന്തിനാണെന്നല്ലേ, നമ്മളെ ഇലയട ഉണ്ടാക്കാനാണ്. നമ്മുടെ ഇവിടെ ഇലയട എന്ന് പറയുന്നത് ഇലയപ്പം എന്നാണ് പറയുന്നത് കേട്ടോ. അതിന് ഇലയപ്പം ഉണ്ടാക്കാനായിട്ടാണ് നമ്മുടെ ഇല പറിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ റോഡിൻ്റെ നമ്മുടെ വഴിയുടെ സൈഡിലായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് പറിച്ചെടുക്കണേ. അങ്ങോട്ടൊക്കെ മുള്ളാണ് കേട്ടോ. മുള്ളായതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ വഴി നിന്നിട്ട് ചേട്ടൻ ഇലേനെ താഴ്ത്തി പറിക്കുകയാണേ. അപ്പോൾ എനിക്ക് എത്തൂല കേട്ടോ. ചേട്ടൻ എന്നെ ചാടി പിടിച്ചാണ് അതിനെ പറിച്ചെടുക്കുന്നത് കേട്ടോ, ചായച്ച്. അങ്ങനെ ഇലേനെയൊക്കെ പറിച്ച് എടുക്കണം കേട്ടോ. അപ്പം ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇലയപ്പം കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കഴിക്കാൻ ഈ ഇല വീട്ടിൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ട് നമ്മൾ ഇല ഇങ്ങനെ മഴയൊക്കെ പെയ്തില്ല, അപ്പോൾ നിറയെ ഇലയൊക്കെ വളർന്ന് നിൽക്കുന്ന കേട്ടോ. അത് കണ്ടിട്ട് ആശാനെ കൊതിയായി. അത് അങ്ങനെയാണ് പറഞ്ഞത്, നമുക്ക് ഇലയപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇലയൊക്കെ പറിച്ച്. അപ്പോൾ എനിക്ക് ഇലയൊക്കെ പറിച്ച് തന്നിട്ട് രണ്ടുപേരും കൂടെ ശർക്കരയും മാവൊക്കെ വാങ്ങാനായിട്ട് കടയിൽ പോയിട്ടുണ്ടേ. അപ്പോൾ കടയിൽ പോയിട്ട് വന്നിട്ട് ഒരാൾ നോക്ക്, ഞാൻ നാളെ എന്താ പറയുക ഷാർജ ഉണ്ടാക്കാനായിട്ട് ബൂസ്റ്റ് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അവനാണെങ്കിൽ അതിനെ പഴത്തിൽ മുക്കി കഴിക്കുകയാണ് കുറച്ചെടുത്ത്. ഞാൻ ഒരു ദിവസം പഴം കഴിക്കാതിരുന്നപ്പം ബൂസ്റ്റ് മുക്കി കൊടുത്തു കേട്ടാ. അപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെട്ട് ടേസ്റ്റ് ആയതുകൊണ്ട് ഇന്ന് ബൂസ്റ്റ് ഇരിക്കണം കണ്ടുകൊണ്ട് ആശം പഴം മുക്കി കഴിക്കണേ. അപ്പോൾ ചേട്ടാ വഴക്ക് പറഞ്ഞു, നമ്മൾ ഈ ബൂസ്റ്റ് ഹോർലിക്സ് ഒന്നും അവനിങ്ങനെ പാലിലോ ചായലോ ഒന്നും കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയാണ് പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് വഴക്ക് വാങ്ങി തന്നെ കേട്ടോ. അങ്ങനെ അവൻ അതിന് കുറച്ചേ എടുത്തുള്ളൂ, ചേട്ടനുള്ളതുകൊണ്ട് ഇച്ചിരി എടുത്ത് മുക്കി കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവന് പഴമൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ മാവ് കുഴയ്ക്കാൻ പോകണം കേട്ടോ. മാവ് നമ്മൾ ഗോതമ്പ് മാവും മൈദ മാവും കൂടെ മിക്സ് ചെയ്താണ് എടുക്കുന്നത് കേട്ടോ. ഗോതമ്പ് മൈദയും കൂടെ മിക്സ് ചെയ്ത് കുഴച്ച് നമ്മൾ ചപ്പാത്തി കുറച്ചും കൂടെ ഒത്തിരി വെള്ളം പുറത്ത് അതിലാക്കിയാണ് നമ്മൾ കുഴയ്ക്കുന്നത്. അപ്പോഴത്തേനും ഇലയൊക്കെ കഴുകി പൊരിയണയിലയും വാഴയില ഒരെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം പൊരിയണയിലൊക്കെ ഇലയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേ. അപ്പോൾ ചേട്ടനാണ് ശർക്കര അരിഞ്ഞു തരുന്നത്. ശർക്കര എന്താ പറയുക, നമ്മളിങ്ങനെ ഇടിച്ച് പൊട്ടിച്ച് ഇടുന്നതിനെക്കാട്ടിൽ ഇങ്ങനെ ചീകി എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ തരികളൊന്നും കാണില്ല. തരികളില്ലാതെ നമുക്ക് എന്താ പറയുക അതിനകത്ത് വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് കട്ടയായിട്ടിരിക്കും. അപ്പോൾ ഞാൻ മാവൊക്കെ കുഴച്ച് തേങ്ങയൊക്കെ തിരിയപ്പോൾ ചേട്ടൻ ശർക്കരയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇലയൊക്കെ കഴുകി. അപ്പോൾ ചേട്ടനാണ് ആദ്യം കാണിച്ചു തരുന്നത് കേട്ടോ, ഇതിങ്ങനെ വെക്കണമെന്നൊക്കെ പറഞ്ഞ്. പുള്ളിക്കാരനാണ് എന്നെ പഠിപ്പിച്ചത് ഇത് ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു തന്നത്. ചേട്ടൻ്റെ വീട്ടിൽ ചേട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇത് ഉണ്ടാക്കി ചേട്ടന് കൊടുക്കണം. ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഉണ്ടാക്കി കൊടുക്കട്ടെ. എൻ്റെ വീട്ടിൽ ഇതൊന്നും ഉണ്ടാക്കാൻ ആരുമില്ല കേട്ടോ, പറഞ്ഞു തരാൻ ആരുമില്ലാത്തതുകൊണ്ട് എനിക്കങ്ങനെ അറിഞ്ഞൂടാ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ചേട്ടനാണ് എനിക്ക് പറഞ്ഞു തന്നത്. ഇപ്പം എനിക്കറിയാം ഉണ്ടാക്കാൻ. ചേട്ടനാണ് കാണിച്ചു തന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്നാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാനും ചേട്ടനും മോനും മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളെ വീട്ടിൽ. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചേട്ടന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചേട്ടന് ഇത് ഇഷ്ടമാവാൻ കാരണം പറഞ്ഞ് കളിയാക്കാറുണ്ട് കേട്ടോ. ചേട്ടൻ്റെ അമ്മ വേറൊന്നുമല്ല, ചേട്ടൻ്റെ അമ്മ ചേട്ടനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എന്താ പറയുക ശിവരാത്രി തലേ ദിവസം നിറയെ വീട്ടിൽ ഇലയപ്പൊക്കെ ഉണ്ടാക്കി ഇലയപ്പൊക്കെ കഴിച്ച് ഇട്ട് ചേട്ടനെ ചെന്ന് പ്രസവിച്ച കേട്ടോ. ചേട്ടന് ശിവരാത്രിയുടെ തലേ ദിവസമാണ് പ്രസവിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കും ചേട്ടന് ഈ ഇലയപ്പം ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട്. എന്ന് നമ്മൾ ഇലയപ്പം ഉണ്ടാക്കിയാലും അതിങ്ങനെ ഓർമ്മിക്കാതിരിക്കില്ല. അപ്പം ഞാനും ചേട്ടനും കൂടെയാണ് അതൊക്കെ പരത്തിയിട്ട് മാവ് ചെറുതായിട്ടെന്ന് വെച്ചാൽ വലുതായിട്ട് കട്ടി ഉറക്കലും ഒരു മീഡിയം സൈസ് ഇതിലാണ് പരത്തിയിട്ട് അതിനകത്ത് തേങ്ങയും ശർക്കരയും കൂടെ ചേർത്ത് വെക്കണം കേട്ടോ. അപ്പോഴത്തേനും കുറച്ച് വയ്ക്കുള്ളൂ. നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അടച്ച് വെക്കുന്ന സമയത്ത് അത് പൊട്ടി അടച്ച് വയ്ക്കുന്നത് നമ്മൾ വെന്ത് കഴിയുമ്പോഴത്തേനും അത് പൊട്ടിപ്പോകും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചേർത്ത് ഒട്ടിച്ച് കൊടുക്കും പോലത്തെ രീതിയിൽ നമ്മളിങ്ങനെ അടച്ച് വെച്ചിരിക്കണം കേട്ടോ. വാഴയില ഉണ്ടാക്കിയ വെളിയിലെല്ലാം പൊട്ടിപ്പോകും കേട്ടോ. അത് ഒരെണ്ണേ വാഴയില എടുത്തോളൂ. പൊട്ടി വെളിയിൽ ശർക്കരയൊക്കെ പോയാൽ അതിനൊരു ടേസ്റ്റ് കാണില്ല. അപ്പോൾ നമ്മളത് പുറത്തൊന്നും പോവാതെ നമ്മളെന്തോ പറയാം ചെറുതായിട്ട് ഇങ്ങനെ കുറച്ച് ശർക്കരയും കുറച്ച് തേങ്ങയും കൂടെ മിക്സാക്കിയാണ് വെക്കണം കേട്ടോ. കുറച്ച് ഏലക്കും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല മണമായിരിക്കും കേട്ടോ. ഏലക്ക ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഏലക്ക ഇടാത്തത്. അപ്പോൾ ഉണ്ടായിരുന്ന ഏലക്ക ചീത്തയായി. ഇപ്പോൾ കണ്ടോ ഇങ്ങനെ ഒട്ടിച്ച്
കൊടുക്കണം. അപ്പോഴേ അല്ലെങ്കിൽ ആ ശർക്കരയൊക്കെ വെന്ത് കഴിയുമ്പോഴത്തേന് പുറത്ത് പോകും കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ഇഡ്ഡലി പാത്രത്തിൻ്റെ വെള്ളം ചൂടാക്കിയിട്ട് നമ്മുടെ ഇലയപ്പം വെച്ച് കൊടുക്കുന്നുണ്ട് ഉണ്ടാക്കിയത്. അങ്ങനെ കുറച്ചാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നിറയെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേവൂലേ. അങ്ങനെ കുത്തി ഇറക്കി വെക്കരുത്. അങ്ങനെ കുറച്ചെടുത്ത് കുറേശ്ശാണ് വേവിച്ചെടുക്കാൻ. അപ്പോൾ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇലയുടെ കണ്ട നല്ല വെന്ത് വന്നിട്ടുണ്ട് കണ്ട. നല്ല കണ്ട പൊട്ടിച്ചാണ് നമ്മൾ എടുത്തത്. പൊട്ടിച്ചെടുത്ത സമയത്ത് കണ്ട നല്ല അതിനകത്തുള്ള ശർക്കരയൊക്കെ ഇറങ്ങി വന്നിട്ട് അങ്ങനെ ആദ്യം അവനാണ് കൊടുക്കുന്നത്. അപ്പോൾ ചേട്ടൻ കടയിൽ പോയി പുറത്ത് പോയി കേട്ടോ, ഒരാവശ്യത്തിനായിട്ട് പുറത്ത് പോയി. അപ്പോൾ അതുകൊണ്ടാണ് ചേട്ടന് വീഡിയോയിൽ ഇല്ലാത്തത്. അപ്പോൾ അവന് വെന്ത സമയത്ത് അവനും കൊടുത്തു. അപ്പോൾ ഞാനും കഴിച്ചോട്ടെ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനും കുറച്ച് എനിക്ക് വയ്യ കേട്ടോ, തലവേദനയും പനിയാണ്. അപ്പോൾ ഞാൻ കഴിച്ചു. വീഡിയോ